വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM സെക്കൻഡ് സെമസ്റ്റർ എക്സാംസിലെ അവസാനത്തെ എക്സാമാണ് നാളെ നടക്കാൻ പോകുന്നത്, മാനേജ്മെന്റ് സയൻസ്. സോ ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. സോ നമ്മൾ സാധാരണ കണ്ടുവരുന്നത് 5 പ്രോബ്ലംസ് 2 തിയറി ചോദ്യങ്ങളാണ്. ചില പേപ്പേഴ്സിൽ ഫുൾ ക്വസ്റ്റ്യൻസും പ്രോബ്ലംസ് കണ്ടിട്ടുണ്ട് 2022 പക്ഷെ ഇപ്പോൾ 2 തിയറി ചോദ്യങ്ങളെങ്കിലും അവർ ഇടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. എല്ലാ പേപ്പറിലും കമ്പൽസറി ആയിട്ട് ആദ്യം വരുന്നൊരു ക്വസ്റ്റ്യനാണ് അസൈൻമെൻറ്റ് പ്രോബ്ലം. ചില സമയത്ത് അത് എസ്സേക്കും ഇടാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതലത് 3 വെയിറ്റേജിൻ്റെയിലാണ് കണ്ടുവരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. നിർബന്ധമായും പഠിക്കുക അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത് പ്രോബ്ലത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ തന്നെ പറയാം, ഏതാ, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് ഒന്നുകിൽ എസ്സേ അല്ലെങ്കിൽ 3 വെയിറ്റേജ്, ഈ 2 ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി മൂന്നാമത് പ്രോബ്ലം പ്രതീക്ഷിക്കുന്നത് എല്ലാ പേപ്പറിലും വരാറുള്ളതാണ്, ക്യൂയിങ്ങിൻ്റെ പ്രോബ്ലം. ക്യൂയിങ് തിയറിയുടെ അതിൽ നിന്നുള്ള ഒരു പ്രോബ്ലം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസൊക്കെ നല്ല രീതിയിൽ പഠിച്ചവർ മാത്രം അത് അറ്റൻഡ് ചെയ്യുക. വേറെ അതല്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിലോട്ട് പോകാം. കാരണം ക്യൂയിങ് തിയറിയുടെ കേസിൽ നമുക്കറിയാം ഇക്വേഷൻസ് ഒരുപാടുള്ളതാണ്. പല കുട്ടികൾക്കും ആ ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറന്നു പോകുന്നു. നന്നായി പഠിച്ചവർ നിർബന്ധമായും ചെയ്യണം. വലിയ ബുദ്ധിമുട്ടുള്ള അതല്ലാത്ത കംഫർട്ടബിൾ ആയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് പലപ്പോഴും വരാറ്. പിന്നെ നെക്സ്റ്റ് ഗെയിം തിയറിയുടെ പേ ഓഫ് മെട്രിക്സിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഗെയിം തിയറി ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാത്തിലും പേ ഓഫ് മെട്രിക്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്നിട്ട് ഉള്ളൊരു ക്വസ്റ്റ്യൻ മിക്ക പേപ്പറിലും വരാറുള്ളതാണ്. പേ ഓഫ് മെട്രിക്സിൻ്റെ ഗെയിം തിയറിയുടെ അതാണ് മറ്റൊരു പ്രോബ്ലം വരാറ്. ഇനി പിന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ചാപ്റ്ററിൽ നിന്നുള്ള UQ കാൽക്കുലേറ്റ് ചെയ്യുക, ഇൻവെൻട്രീനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ് മിക്ക പേപ്പറിലും കണ്ടുവന്നിട്ടുള്ള ചോദ്യം. മറ്റൊരു പ്രോബ്ലം UQ കാൽക്കുലേറ്റ് ചെയ്യുക, ഇൻവെൻട്രി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ 5 ടോപ്പിക്കുകൾ മിക്ക പേപ്പറിലും റിപ്പീറ്റാണ്. ഇനി ഇതല്ലാണ്ട് കണ്ടുവരാറുള്ള ചോദ്യം എന്ന് പറയുന്നത് ചില സമയത്ത് ഒന്ന് മാറ്റി പിടിക്കുന്നത് നെറ്റ്വർക്ക് അനാലിസിസിൽ നിന്ന് ചെറിയ ഏതെങ്കിലും ക്വസ്റ്റ്യൻ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ജസ്റ്റ് ഡയഗ്രാം നെറ്റ്വർക്ക് അത് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രം. അപ്പോൾ അങ്ങനത്തെ വരാറുണ്ട്, കുറച്ച് എളുപ്പമുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. അതല്ലെങ്കിൽ LPPയിൽ നിന്ന് കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. LPPയിൽ നിന്ന് ഇപ്പോൾ ജസ്റ്റ് ഗ്രാഫിക്കൽ മെത്തേഡ് എസ്സേക്കും വരാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതല്ലാണ്ട് സിമ്പിളായിട്ടുള്ള ടൈപ്പ് ചോദ്യങ്ങൾ അങ്ങനത്തെയും വരാം LPPയിൽ നിന്ന്. അല്ലെങ്കിൽ നമ്മൾക്ക് കൺസ്ട്രെയിൻസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാത്രം വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ചിലപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായിരിക്കാം വരാം. ഇപ്പം നെറ്റ്വർക്ക് അനാലിസിസും LPPയും സാധാരണ എസ്സേ ടോപ്പിക്സ് ആണ്. പക്ഷേ ചില സമയത്ത് ഇപ്പോൾ അസൈൻമെൻറ്റ് എസ്സേക്ക് ഇട്ട് ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ചോദ്യങ്ങൾ 3 വെയിറ്റേജിൻ്റെയിലേക്കും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് SEക്ക് വരുന്ന മെയിൻ ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ്. പിന്നെ തിയറിയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ പലപ്പോഴും വരാറുള്ള 1-2 സജഷൻസിലോട്ട് പോകാം. അതിലാദ്യം വന്നിട്ടുള്ളത് ഇപ്പോൾ EOQൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ അത് പറയാം. ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എന്താണ്, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം, അതിൻ്റെ ടെക്നിക്സ്, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുവന്നിട്ടുള്ളതാണ്. ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിലും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നെറ്റ്വർക്ക് അനാലിസിസിൽ നിന്ന് വേണമെങ്കിൽ ഞാനത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയാം. അതിൽ പെർട്ടും CPM ഉണ്ടല്ലോ. സോ ഈ പെർട്ടിൻ്റെയും CPMൻ്റെയും ഡിഫറൻസ് എന്താണെന്നുള്ളൊരു ചോദ്യം ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുണ്ട്. പെർട്ട് വേഴ്സസ് CPM നെറ്റ്വർക്ക് അനാലിസിസിൽ നിന്ന്.
അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഡിസിഷൻ മേക്കിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 1-2 സജഷൻസ് ആണ് പിന്നെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പാർട്ട് ബിയിൽ ഷുവറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ. അസൈൻമെൻറ്റ് പ്രോബ്ലം, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം കമ്പൽസറി ആയിട്ട് പഠിക്കണം. നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ക്യൂയിങ്ങിൻ്റെ പ്രോബ്ലം, ഗെയിം തിയറിയിലെ പേ ഓഫ് മെട്രിക്സിൻ്റെ ക്വസ്റ്റ്യൻ, പിന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ആ ഒരു ചാപ്റ്റർ, ആ ടോപ്പിക്കിൽ നിന്ന് EOQ കാൽക്കുലേറ്റ് ചെയ്യുക, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് ഇൻവെൻട്രീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം. പിന്നെ ഞാൻ പറഞ്ഞു SCQ വരുന്നതാണ് ആക്ച്വലി നെറ്റ്വർക്ക് അനാലിസിസ്, CPയും പെർട്ടും. പക്ഷെ അത് ചില സമയത്ത് നമുക്ക് 3 വെയിറ്റേജിൻ്റെ ആയിട്ട് വരാറുണ്ട്. LPPയുടെ സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡോ അല്ലെങ്കിൽ കൺസ്ട്രൈൻസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അത് എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമോ. പിന്നെ തിയറിയിൽ ഞാൻ പറഞ്ഞു CPM വേഴ്സസ് പെർട്ട്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്സ്, ഇതൊക്കെയാണ് മെയിനായിട്ട് കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഗെയിം തിയറിയുടെ തിയറി വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം, അതൊക്കെ SCQയും വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് മൊമെൻറ്റിലാണെങ്കിലും ഞാനിത് ഇട്ടുന്നു മാത്രം. യൂസ്ഫുൾ ആയിക്കോട്ടെ, ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് എസ്പെഷ്യലി. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.